ഇന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ്. സ്ത്രീകൾ ഈ മേഖലയിൽ അനുഭവിക്കുന്ന ഹാരസ്മെന്റിനെ കുറിച്ചുള്ള നിരവധി പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ തരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുള്ളത്. ആ അന്വേഷണ സംഘത്തെ നയിച്ചത് ജസ്റ്റിസ് ഹേമയാണ്. അവർ ധാരാളം സ്ത്രീകളെ, ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ ഉൾപ്പെടെയുള്ളവർ കണ്ട് ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ അത് നടന്നു എന്ന് പറയുന്നത് വളരെയേറെ വർഷങ്ങൾ, 10ഉം 15ഉം ഒക്കെ വർഷങ്ങൾക്ക് മുൻപ് ഉള്ളതാണ് എന്ന് നമുക്ക് ഏറെക്കുറെ കാണാൻ സാധിക്കുന്നു. ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോസ്കോ കേസാണെങ്കിൽ ആ നിയമം വരുന്നതിന് മുൻപുള്ള കുട്ടികൾക്കെതിരെയുള്ള ഒഫൻസുകളൊന്നും ആ കേസ് അനുസരിച്ചെടുക്കാനൊക്കെയില്ല. പിന്നീട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ആരോപണങ്ങൾ വച്ച് നോക്കുമ്പോൾ അതെല്ലാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 354, 55 A, B തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റങ്ങളാണ്. ഇതിൽ ഒരു പെണ്ണിനെ ശാരീരികമായി അവരെ സ്പർശിക്കുക, ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ള കുറ്റങ്ങളാണെങ്കിൽ അതിൻ്റെ ശിക്ഷ 3 വർഷത്തിന് താഴെയാണ്. ഇനി ഒരു പെൺകുട്ടിയെ അല്ലെ സ്ത്രീയെ ശക്തി ഉപയോഗിച്ച് അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ, വിവസ്ത്രയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് 7 വർഷം വരെ ശിക്ഷിക്കാവുന്ന വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പ് അനുസരിച്ചുള്ള ബാക്കിയുള്ള ഇന്ന് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അത് ഇനി തുടർന്ന് കേസ് നടത്താൻ പറ്റാത്ത വിധത്തിൽ ടൈം ബാർഡായി, അതായത് കാലഹരണമായി എന്നുള്ളതാണ് നിയമം പറയുന്നത്. ക്രിമിനൽ നടപടി നിയമം 467, 472 വരെയുള്ള വകുപ്പുകൾ സമയപരിധികൾ ഒരു കേസിന് കോഗ്നിസൻസ് എടുക്കാനും ട്രയൽ നടത്തുന്നതിനുമൊക്കെ ആയിട്ടും നിയമം പറയുന്നുണ്ട്. അതിനപ്പുറത്ത് പോകാൻ പറ്റില്ല. പിന്നെ റേപ്പ് തുടങ്ങിയിട്ടുള്ള ഈ കേസുകൾ 3 വർഷത്തിന് മേൽ ശിക്ഷിക്കാവുന്ന കേസുകളെ സംബന്ധിച്ചിടത്തോളം കാലഹരണമില്ല. അങ്ങനെയുള്ള കേസുകൾ ഇനിയും വേണേ കേസ് രജിസ്റ്റർ ചെയ്യാം, ട്രയൽ നടത്താം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ എല്ലാം ഒരു പ്രശ്നമുണ്ടത്. ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് പോലീസിൽ അറിയിക്കുമ്പോൾ അവർ ഒരു കോഗ്നിസൻസ് ഒഫൻസ്, അതായത് കോടതിക്ക് കേസെടുക്കത്തക്ക കുറ്റമാണെന്ന് തോന്നിയാൽ അതിന് ഒരു FIR രജിസ്റ്റർ ചെയ്യണം. ആ FIR-ൽ പ്രധാനപ്പെട്ട ഒരു കോളമുണ്ട്, ഈ ഇൻഫർമേഷൻ പോലീസിന് നൽകുന്നതിൽ കാലതാമസമുണ്ടോ എന്നുള്ളതാണ്. കാലതാമസമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കാണിക്കാനും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സംഭവം നടന്നാൽ എത്രയും പെട്ടെന്ന് പോലീസിൽ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സംഭവങ്ങൾ, പറഞ്ഞു കേട്ട സംഭവങ്ങളൊക്കെ തന്നെ എത്രയോ നാളുകൾക്ക് മുമ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. റേപ്പ് കേസുകളൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബലാത്സംഗത്തിൽപ്പെട്ട കുട്ടികൾ കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടോ ഗർഭിണികളായിട്ടോ ഒക്കെ വരികയാണെങ്കിൽ ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതിനെയൊക്കെ തെളിവുകൾ വേണം. ആ തെളിവുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെഡിക്കൽ എവിഡൻസ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടിടത്തോളം ഒരു റേപ്പ് നടന്നുവെങ്കിൽ അതിന് അവരുടെ മെഡിക്കൽ പരിശോധന നടത്തിയ റിപ്പോർട്ടാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. പക്ഷെ അത് ഇത്തരം കേസുകളിലില്ല. മറിച്ച് പുതിയ നിയമമനുസരിച്ച് സ്ത്രീകളുടെ മൊഴികൾ പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് കണക്കിലെടുക്കണം എന്ന് നിയമം ഉണ്ടെങ്കിൽ പോലും, പക്ഷേ കോടതിയുടെ വിചാരണ സമയത്ത് അവർക്ക് സമയത്തിത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ വ്യക്തമായ കാരണങ്ങളില്ല എങ്കിൽ അത് തന്നെ തള്ളിക്കളയാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ പലതും നമുക്ക് ഈ അവരുടെ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് റോളുകൾ കൊടുക്കാമെന്ന് പറയുന്നു, അവരെ ചൂഷണം ചെയ്യുന്നു, അവർക്ക് ചില സിനിമകളിൽ അഭിനയിപ്പിക്കുന്നു, പിന്നീടുള്ള സിനിമകളിൽ അഭിനയിപ്പിക്കാതെ വരുന്നു. ആ സമയത്താണ് ഇവരിത്തരം പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്നുമൊക്കെ വെളിവാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാരണം, ഈ 2017 ഈ അന്വേഷണ സംഘം രൂപീകരിച്ചത്. 2019 ഡിസംബറിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു.
ഇത്രയും കാലം പോലീസ് ഈ സർക്കാർ ഒന്നും ചെയ്തില്ല. മറിച്ച് 2024 സെപ്റ്റംബറിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും ഇതിനെ ഇത്രയേറെ ചർച്ചാ വിഷയമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യമുള്ളത്, വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം, ഇരകളെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേസ് നടത്താനൊക്കെയുള്ള അധികാരമുണ്ട്. പക്ഷേ ആ അധികാരം കുറ്റകൃത്യം സംഭവിച്ചതിനോട് അനുബന്ധമായിട്ടുള്ള കാലഘട്ടത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ അവകാശങ്ങളുടെ മേൽ അവർ സുഖനിദ്ര നടത്തുകയായിരുന്നു എന്നുള്ളത് അത്തരം കേസുകൾക്കെതിരെയുള്ള ഒന്നാണ്. ഇനി ഞാൻ പറയാനുള്ളത്, നമുക്കറിയാം ഈ ഇത്തരം കേസുകളുടെ വിചാരണയുമായിട്ട് ഈ സ്ത്രീകൾ, പെൺകുട്ടികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും പൊതുജന മധ്യത്തിൽ അപഹാസ്യരാകുന്ന ചിത്രമേ ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഉദാഹരണത്തിന് സരിതയുടെ കേസ്. ഇവിടുത്തെ വളരെ പ്രഗത്ഭന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ സരിത കേസുമായിട്ട് നടന്നു. അത് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ ഒരു ഫൈൻഡിങ്ങിൽ അതെത്തി. അദ്ദേഹം ഇത് CBI അന്വേഷിക്കണം എന്ന് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ CBI അന്വേഷണം വളരെ താമസിച്ച് ഓർഡർ ചെയ്യുന്നു. പക്ഷേ അത് എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി നമുക്ക് ദിലീപിൻ്റെ കേസ്. ഭാവന എന്ന വിക്ടിം ഇന്നും നീതി ലഭിക്കാതെ അവർ നെട്ടോട്ടം ഓടുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സ്വാധീനം ഉണ്ട് എങ്കിൽ കേസുകൾ നീട്ടി കൊണ്ടുപോകാനും ഇരകൾ കൂടുതൽ പബ്ലിക്കിന്റെ മുൻപിൽ തുറന്നു കാട്ടപ്പെടാനും അപഹാസ്യരാക്കാനും ഉള്ള സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഇവിടെ എന്തിനാണ് ഈ സർക്കാർ ഈ വൈകിയ വേളയിൽ ഇത്രയും 13 അത് 24 എന്ന് പറയുമ്പോൾ 7 വർഷങ്ങൾക്ക് ശേഷം ഈ നടപടിയുമായിട്ട് മുന്നോട്ട് വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ സർക്കാരിന്റെ പ്രതിച്ഛായ വളരെയേറെ മങ്ങലേറ്റിരിക്കുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി അത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സ്ഥിതിയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിന്റെ ഭരണപരാജയങ്ങളെ മൂടിവെക്കുവാൻ, ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുവാൻ ഉടുത്ത ഒരു കവചമല്ലേ, അണിഞ്ഞ ഒരു കവചമല്ലേ ഇത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ ഒക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളരെയേറെ ആലോചിച്ച് വേണം ഈ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ. ഈ സർക്കാരിൻ്റെ സഹായികളായും ഈ കേന്ദ്ര ഭരിക്കുന്ന സർക്കാരിൻ്റെ വിരോധികളായിട്ടുമുള്ളവരാണ് കൂടുതലും ഇതിൻ്റെ വിക്ടിംസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് ചില രേഖകളിലൂടെ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരം ആരോപണങ്ങളുടെ ഒക്കെ പിന്നിലുള്ള വിശ്വാസ്യതയ്ക്ക് ഇപ്പോഴേ തന്നെ മങ്ങലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഫ്യൂട്ടൈൽ എക്സസൈസ് ആയി മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധം ഇതിലെ വിക്ടിംസ് എന്ന് പറയുന്നവർക്ക് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ സുശക്തമല്ല എന്നല്ല, അതിൻ്റെ നിയമവ്യവസ്ഥ സുശക്തമാകുന്നതും ഫലപ്രാപ്തി ലഭിക്കുന്നതും അതിൻ്റെ ആ കോണ്ടംപറേനിയസ്നെസ്, അതായത് ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ അടുത്ത സാഹചര്യങ്ങളിൽ, അടുത്ത കാലഘട്ടങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് വരുന്നെങ്കിൽ ഇവർക്ക് മാത്രമേ നീതി ലഭിക്കൂ. അല്ലാതെ സ്വന്തം അവകാശങ്ങളുടെ മേൽ സുഖനിദ്ര അനുഷ്ഠിക്കുന്നവർക്ക് നീതി ലഭിക്കില്ല എന്നുള്ളതൊരു വസ്തുത കൂടി കണക്കിലെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് അവരെ ഉപദേശിക്കാനുള്ളത്.